മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലയിൽ ഇത് അവധിയാണ്. കരുവാരക്കുണ്ട് കേരളക്കുണ്ട് വെള്ളച്ചാട്ടത്തിന് ശക്തി ആർജിച്ചതോടെ വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശം. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുകയാണ്. ഇംതിയാസ്, ജില്ലയിൽ റെഡ് അലേർട്ടാണ്. വിനോദസഞ്ചാരത്തിന് കൃത്യമായ വിലക്ക് മുന്നറിയിപ്പായി തന്നെ നൽകിയിട്ടുണ്ട്. അധികൃതർ ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ചാണ് വലിയ തോതിലുള്ള ജാഗ്രത വേണ്ടത്? മാധു സജീവ്, ദിവിഷ് മണി, റെഡ് അലേർട്ട് മലപ്പുറം ജില്ലയിലുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ മഴ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ ശക്തമായ മഴ അത് അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു, പിന്നീട് അല്പം ശമിച്ചെങ്കിലും വീണ്ടും കനത്ത മഴയിലേക്ക് പോകുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലയിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചാലിയാറിലെ ജലനിരപ്പ് നല്ല രീതിയിൽ ഉയരുന്നുണ്ട്. അങ്ങനെ ചാലിയാറിലെ ജലനിരപ്പ് ഉയർന്നതോടുകൂടി തന്നെ മറ്റു വെള്ളച്ചാട്ടങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾ പോകുന്നതിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് നാട്ടുകാർ തന്നെ. ഇപ്പം നേരത്തെ കരുവാരക്കുണ്ടിലെ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ ഈ വെള്ളച്ചാട്ടം ഈ ചാലിയാറിലെ ജലനിരപ്പ് ഉയരുന്നതോടുകൂടി വെള്ളച്ചാട്ടത്തിൻ്റെ തോത് വലിയ രീതിയിൽ ശക്തിയായി വെള്ളച്ചാട്ടം വരുന്നൊരു സാഹചര്യമുണ്ട്. അവിടെ ആളുകൾ കുളിക്കാനൊക്കെ ഇറങ്ങുന്ന സ്ഥലം കൂടെയാണ്. അവിടെ ഈ സമയത്ത് ആളുകൾ പുറത്തു നിന്നൊക്കെ ആളുകൾ വന്നാൽ ഒരു പക്ഷേ അപകടമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് നാട്ടുകാർ അങ്ങോട്ടേക്ക് ഈ സമയത്ത് വരരുത് എന്നൊക്കെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയൊക്കെ ഉണ്ടായ കനത്ത കാറ്റിൽ മലപ്പുറത്തെ ഒരു ആശുപത്രിക്ക് മുൻപിലേക്ക് തേക്കിൻ മരം കടപുഴകി വീണിരുന്നു. അവിടെ 2 കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആളുകൾക്ക് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ ഈ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിലും ഈ ഉപതിരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് പ്രചാരണ പരിപാടികൾ അവസാന റൗണ്ടിൽ പ്രചാരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാധു സജി.